അപ്പൊ ദേ നല്ല അടിപൊളി മഴ പെയ്തെനിക്ക് എല്ലായിടവും മഴയായിരിക്കും അല്ലേ. മഴ കാരണം വയനാടൊക്കെ പിന്നെയും ദുരിതമൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വന്നത് ചുരിദാറിന്റെ പരസ്യമൊന്നും അല്ല കേട്ടാ. ഇതെന്റെ ഏകദേശം നമ്മുടെ ഡയറ്റ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു ഡ്രസ്സാണ്. അതിന്റെ അളവെന്ന് പറയുന്നത് ഞാൻ അതിന്റെ ഫോട്ടോ കാണിച്ചു തരാവേ. ഇത് കണ്ട 5XL. ചിലരൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട് എനിക്ക് അത്രയും വണ്ണമൊക്കെ ഉണ്ടായിരുന്നാണ്. ഈ 5XL ഈ ഡ്രസ്സ് ഇട്ടുള്ള ഫോട്ടോ ഞാൻ ഇതിൽ ഇട്ടേക്കാം. അപ്പൊ ആ 5XL നിന്നാണ് നമ്മളിപ്പം ഈ ഒരു ലാർജ് ആ മീഡിയം ആ ഒരു സൈസിലോട്ട് എത്താൻ സാധിച്ച. മാഷാല്ലാ ഒരു രക്ഷയില്ല. മീഡിയം മതി. അപ്പൊ കൈ അളവ് എന്നാലും അത്രത്തോളം എത്തിയിട്ടില്ല. പക്ഷേ 5XL ഈ ഒരു അളവിൽ എത്തിയില്ലേ, അത് മാഷാല്ലാ നമ്മുടെ വിജയം തന്നെയാണ്. അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത രണ്ട് ഘടകം എന്ന് പറയുന്നത് എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കൂടെ പിറപ്പുകളും, അതുപോലെ എൻ്റെ ബ്രദറും, എൻ്റെ കട്ട സപ്പോർട്ടായ എൻ്റെ കെട്ടിയവനും, അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റ് മിക്സിനും മാത്രമുള്ളതാണ് കേട്ടാ. പിന്നെ എൻ്റെ കെട്ടിയൻ്റെ വണ്ണം കുറയാത്ത കാരണം അജിക്കാം നല്ല മഴയാണ്, നല്ല അടിപൊളി മഴയാണ്. ചായ കുടിച്ചോണ്ടിരിക്കുക. അപ്പം നമുക്ക് ഈ 4 മണി നേരത്ത് ഈ നല്ല മഴയത്ത് എന്തെങ്കിലും ഈവനിങ് സ്നാക്സ് ഡയറ്റിന് പറ്റിയത് എടുക്കാൻ പറ്റണം. എന്തെടുക്കാൻ പറ്റും പറഞ്ഞേ? ആരുടെ കടയില്? അതാണ് എന്റെ വണ്ണം കുറയുന്നതും അജിക്കയുടെ വണ്ണം കുറയാത്തതിൻ്റെതുമായ വ്യത്യാസം. ഈ മഴയത്ത് നല്ല ചൂട് പൊറോട്ടയും ബീഫും കഴിക്കാനാണ് ഡയറ്റിന് പറ്റുന്നതെന്നാണ് എന്റെ കെട്ടിയോൻ്റെ ഒരു ഇത്. അപ്പം ഞാൻ അങ്ങനെ 105 ഉണ്ടായിരുന്നപ്പോഴും ഇദ്ദേഹം ഏകദേശം 98 കിലോ ആയിരുന്നു. എങ്ങനെയെങ്കിലും 10 കിലോ കുറപ്പിച്ച പാടെ എനിക്കറിയാം. അത് ഈ മാന്യ വ്യക്തി ഇങ്ങനെയുള്ള സ്വഭാവം ആയതുകൊണ്ട്. അപ്പൊ പൊറോട്ടയും ബീഫും, ഞാൻ ചപ്പാത്തി കഴിക്കുമ്പോൾ നമ്മൾ പൊറോട്ടയും ബീഫുമാണ്, ഞാൻ ചപ്പാത്തിയും വെജിറ്റബിളും ആയിരിക്കും അപ്പൊ കഴിക്കുന്നത്. അപ്പൊ അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അതാണ് ചില ഡയറ്റ് ചെയ്യുന്ന വ്യക്തികളും മടിച്ച് ചെയ്യുന്നവരും അല്ലെങ്കിൽ നല്ല സ്വന്തമായി ചെയ്യുന്നവരും തമ്മിലുള്ള വ്യത്യാസം.